നാളെ മറ്റന്നാൾ ഡൽഹിയിൽ നിന്ന് പിന്നെ നഡ്ഡാജിയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. നാളെ മറ്റന്നാൾ നടക്കും. രണ്ടും ഓൾമോസ്റ്റ് എല്ലാം ഫൈനലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഡിക്ലറേഷൻ ഉണ്ടാവും. ഈ വൈകുന്ന വിഷയത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് വലിയൊരു ആശങ്കയുണ്ട്. എന്തെങ്കിലും ഒരു ആശങ്കയും ഇല്ല. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഒരാശങ്കയും ഞങ്ങൾക്കില്ല. ഈ റബ്ബർ വിലയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാണ്? കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി വന്നപ്പോൾ ആ ഒരു റബ്ബർ വിലയുടെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ ജയിച്ചാൽ തീർച്ചയായും വില കൂട്ടിത്തരുന്നതിനുള്ള നടപടികൾ എടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പീയൂഷ് ജിയോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ ആളുടെ സുഹൃത്താണ്. അതുകൂടാതെ തന്നെ നഡ്ഡാജിയുമായി ഡിസ്കസ് ചെയ്തിരുന്നു. ഈ കോട്ടയം ജില്ലയിലെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് BDS ചർച്ച നടന്നു. താങ്കളുടെ പേരടക്കം സജീവ ചർച്ചയിലുണ്ടായിരുന്നു. അപ്പം അതിനുള്ള സാധ്യതകളുണ്ടോ, അതോ മറ്റേതെങ്കിലും തരത്തിൽ ആളുകൾ ഇല്ല മത്സരിക്കും? അതിനകത്ത് സാധ്യതകളുണ്ട്. അതിനകത്ത് വേറെ പ്രോബ്ലംസ് ഉണ്ട്. ഞങ്ങൾ ഇന്റേണൽ ആയിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. അത് ഡിക്ലറേഷൻ ഞങ്ങൾ ചെയ്യുന്നതിനുള്ള ഞങ്ങൾ ചില കാര്യങ്ങളുകൊണ്ടാണ് ഞങ്ങളത് ഡിക്ലറേഷൻ ചെയ്തത്. മതമേലധ്യക്ഷന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ എല്ലാവരുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, ചർച്ച ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാവരും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിന് പിന്നിൽ ചില പേയ്മെന്റ് സീറ്റ് വിവാദമാണെന്നുള്ള അടക്കമുള്ള ഒരു വിവാദമായിട്ട് നടക്കുന്നുണ്ട്. അത് തിരക്കി നോക്കണം. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് 4 സീറ്റുകൾ വേറെ ഘടകകക്ഷികൾ കൊടുക്കാൻ വെച്ചിട്ടുണ്ടോ? ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക്. അദ്ദേഹത്തോട് ചോദിച്ചാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. എനിക്കങ്ങനെ അറിയാൻ പറ്റുന്നത്. ഞങ്ങളുമായിട്ടല്ലല്ലോ, ഏതോ പിന്നെ വേറെ ഈ പറയുന്ന പിന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യാനുള്ള സീറ്റുകൾ ആരെങ്കിലും കൊടുക്കാനുള്ളത് ആരെങ്കിലും വേറെ അതിന് മുന്നണിയിട്ടായിരിക്കും. അദ്ദേഹത്തിന് വേറെ അവരോട്ടത്തിൻ്റെ അഭിപ്രായത്തിലൊന്നും എനിക്കറിയില്ല. ഏത് ആരാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല. അത് ഞാനെങ്ങനെ പറയുന്നത്? കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആളുകൾ തന്നെയാണ് എല്ലാവരും മത്സരിക്കുന്നത്. ഞങ്ങൾ പുറത്തേക്കാരും ഞങ്ങൾ മത്സരിക്കുന്നില്ല പ്രത്യേകിച്ച്. പിന്നെ അത് ചിലപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ മറ്റുള്ള സീറ്റുകളിലൊക്കെ ഘടകകക്ഷി കൊടുത്തിട്ടുള്ളത് ആരെങ്കിലും ഇനി അങ്ങനെ വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന് അറിയാവുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ ഒരു വാർത്തയുമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഇന്റേണലായിട്ടുള്ള ഞങ്ങൾ തീരുമാനമെടുത്ത് ഇന്റേണൽ വർക്കുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എല്ലാം ഞങ്ങൾ പ്രചരണങ്ങൾ മുഴുവൻ നടന്നുകൊണ്ട് കഴിഞ്ഞ 4-5 മാസക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിക്ലറേഷൻ ഇപ്പം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. അതിന് ഞങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞിരുന്നല്ലോ, നേരെ എല്ലാ ആളിലും കണ്ട് ഒരു അനുവാദം വാങ്ങിച്ച ശേഷം തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ ഇന്റേണൽ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിടുക്കം, അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് താമസിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ്. ഇലക്ഷൻ ഏതായാലും അടുത്ത് ഇനി 10-40 ദിവസമുണ്ട്. ഇനഫ് ആൻഡ് മോർ സമയമുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഡിക്ലെയർ ചെയ്ത് ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ഞങ്ങളുടെ വർക്കുകളെല്ലാം അടിത്തട്ടിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നു. ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല സാർ, ഇവിടെ ജസ്റ്റ് എല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അവിടെ പറയാമെന്ന് പറഞ്ഞില്ല. നാളെ എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ പറയും, അത്രേ ഉള്ളൂ. അതിന് വേറെ പ്രോബ്ലം. ഞങ്ങളുടെ വർക്കുകളൊക്കെ ഫുൾ സ്വിംഗ് പോയിക്കൊണ്ടിരിക്കുക.